മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജുവിനെതിരെ പരാതി. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ അനധികൃതമായി LLB ബിരുദം നേടിയെന്നാണ് പരാതി. ദേവസ്വം ബോർഡിന്റെ NOC ഇല്ലാതെയാണ് ക്യുസാറ്റിൽ ഈവനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയത്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, എന്താണ് സംഭവം? NOC ഇല്ല എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ? രഞ്ജിത്തെ, കേൾക്കാമെങ്കിൽ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് NOC കിട്ടാതെ ക്യുസാറ്റിന്റെ ഈവനിംഗ് കോഴ്സ് നടത്തി എന്നത് മാത്രമാണോ ഈ കമ്മീഷണർക്കെതിരെയുള്ള പരാതി? ഡോക്ടർ അരുൺകുമാർ, ഈ കോഴ്സ് തന്നെ അനധികൃതമാണ് എന്നുള്ളതാണ്. ഇതൊരു റെഗുലർ കോഴ്സാണ്. ഈവനിംഗ് ബാച്ച് ആണെങ്കിൽ കൂടി റെഗുലറായി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഹാജർ രേഖപ്പെടുത്തുകയും അതേ ദിവസം തന്നെ അവിടെ, അതായത് കൊച്ചിയിലെ കുസാറ്റിലെ ക്യാമ്പസിൽ പോയി അവിടെ ജോലി ചെയ്തു, അവിടെ പഠനം പൂർത്തിയാക്കി എന്നുള്ളതാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏകദേശം മലപ്പുറം, തൃശ്ശൂർ വരെ ക്ഷേത്രങ്ങളുണ്ട്. അതിലേത് ക്ഷേത്രത്തിൽ ജോലി ചെയ്താലും 6 മണി വരെ ജോലി ചെയ്ത് അല്ലെങ്കിൽ 5:30 വരെ ജോലി ചെയ്ത ശേഷം കുസാറ്റിലെ ക്യാമ്പസിൽ പോയി LLB പഠനം നടത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ആ കാലയളവിൽ, അതായത് ഈ LLB ബിരുദം നേടുന്ന കാലയളവിൽ ഏകദേശം 96-97% അറ്റൻഡൻസ് മലബാർ ദേവസ്വം ബോർഡിൽ ടി.സി. ബിജുവിനുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതായത് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, ഒരു കുമ്പിടി സ്റ്റൈലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കോഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഒരു ജീവനക്കാരന് ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ ഒരു അനുമതി രേഖാമൂലം ടി.സി. ബിജു വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ രേഖ തെളിയിക്കുന്നത്. ഒന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതിയില്ല, മറ്റൊന്ന് ഒരേ സമയം തന്നെ മലബാർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുകയും അതേസമയം ഒരു റെഗുലർ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ള ഒരു ക്രമക്കേടും നമുക്കതിനകത്തുണ്ട്. ഒപ്പം ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രൊമോഷനായി ദേവസ്വം കമ്മീഷണർ ആവുന്നത് ഇതേ LLBയുടെ പേരിലാണ്. ഈ LLB ശരിയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രൊമോഷനുള്ള അർഹതയുള്ളൂ. അപ്പോൾ ആദ്യം ഈ LLB അനധികൃതമാണോ അധികൃതമാണോ എന്ന് തെളിയിക്കണം. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ശരിയാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. എന്താ പറയുക, ഒരേ സമയം തന്നെ ഈ പറയുന്നത് കമ്മീഷണർ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി മറ്റൊരു സ്ഥലത്ത് എന്ന് ഒപ്പുവയ്ക്കുക, അതേ ദിവസം തന്നെ ക്യുസാറ്റിലെ ഹാജരിൽ ഒപ്പിടുക, അതെങ്ങനെയാണ് സാധ്യമാവുക? കുമ്പിടിയാ കുമ്പിടി.